Good morning. Good morning, ma'am. Good morning, Miss. Good morning, ma'am. Okay, നമ്മുടെ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെങ്കിൽ ICU ആണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? എവിടെ വരെയാണ് ICU അഡ്മിഷൻ ക്രൈറ്റീരിയ വരെയല്ലേ നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്? ഡേ ടു ഡേ കെയർ ജസ്റ്റ് പറഞ്ഞല്ലേ ഉള്ളൂ. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മുടെ ICU അഡ്മിഷൻ ക്രൈറ്റീരിയ വരെ ക്ലിയർ ആണോ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. ഡേ ടു ഡേ കെയർ പ്രൊസീജിയേഴ്സ്. ഒരു ICUവിൽ നടക്കുന്ന ദിവസേനയുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള 1, 2, 3 പറയുന്നുള്ളൂ. അപ്പൊ ഡേ ടു ഡേ കെയർ പ്രൊസീജിയേഴ്സിൽ പറയുന്നത് ഫസ്റ്റ് വൺ ജസ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു, എന്നാലും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇവിടെയാണ് പറയാൻ പറ്റുക കേട്ടോ, കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോ നമുക്ക് ഫസ്റ്റ് പോയിന്റ് നോക്കാം. കണക്ഷൻ വിത്ത് ദ പാരന്റ് യൂണിറ്റ് ഇൻ നെസസറി ഫോർ പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഓഫ് പേഷ്യൻസ് ഇൻ ICU. ഇപ്പൊ ഒരു ICU പ്രധാനമായിട്ടും നമ്മുടെ ഇപ്പൊ ICUകളെല്ലാം പല ടൈപ്പ് ICU നമ്മൾ പഠിച്ചു അല്ലെ, അതെല്ലാം ശരിക്കും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കെയർ അല്ലെ, പേഷ്യൻസിന് വളരെ ഇന്റൻസീവ് ആയിട്ടുള്ള ലൈഫ് സപ്പോർട്ടീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ലൈഫ് നിലനിർത്തുന്നതിന് വേണ്ടി അല്ലെ, ലൈഫ് സസ്റ്റെയിനിങ് ആയിട്ടുള്ള മെഡിക്കൽ കെയറും ട്രീറ്റ്മെന്റും ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിന്റെയൊക്കെ ഒരു കോമൺ ആയിട്ട് അല്ലെങ്കിൽ ഓവറോൾ ആയിട്ട് നമുക്ക് മൊത്തത്തിൽ ഇതെല്ലാം എന്ത് യൂണിറ്റിന്റെ കീഴിൽ വരുന്നതെന്ന് പറയാം? ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിന്റെ കീഴിൽ വന്നതെന്ന് പറയാം അല്ലെ. അപ്പൊ അങ്ങനെ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് ആണ് ഇതിന്റെ പാരന്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. എന്തിന്റെ? എല്ലാ ICUസിന്റെയും പാരന്റ് യൂണിറ്റ് എന്ന് പറയുന്നത്, അവരുടെ മാതൃ യൂണിറ്റ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് ആണ്. ആ യൂണിറ്റ് ആണ് പ്രധാനമായിട്ടും പല ടൈപ്പായിട്ട് നമ്മൾ തിരിച്ചിരിക്കുന്നത്. ആ ഒരു പാരന്റ് യൂണിറ്റ് അല്ലെങ്കിൽ ആ ഒരു മാതൃ യൂണിറ്റ് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് എന്ന് പറയുന്ന ആ ഒരു പാരന്റ് യൂണിറ്റിന്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ അതുമായിട്ടുള്ള കണക്ഷനോട് കൂടിയാണ് നമുക്ക് അതായത് കൃത്യമായിട്ടുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് വരുന്ന ICU പേഷ്യൻസിന് എല്ലാവർക്കും നമുക്ക് അനിവാര്യമായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. രണ്ടാമത്തെ കാര്യം, റൊട്ടീൻ ICU റൗണ്ട്സ്. അതായത് ഒരു 9 മണി രാവിലെയാണ് കേട്ടോ, രാവിലെ 9 മണി മുതൽ 11 AM വരെ ആ ഒരു ടൈം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ, ചോദിക്കാറുണ്ട് കേട്ടോ. റൊട്ടീൻ ICU റൗണ്ട്സ് ഷാൽ ബി ഹെൽഡ് ഇൻ മോർണിംഗ് at 9 to 11 AM under whom patient is admitted. ആരാണോ പേഷ്യന്റിനെ, ഏത് ഫിസിഷ്യൻ അല്ലെങ്കിൽ ഏത് ഡോക്ടർ ആണോ അവരെ ICUവിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ളത്, അഡ്മിറ്റഡ് ആക്കിയിട്ടുള്ളത്, ആ ഡോക്ടർ എന്ത് ചെയ്യും? രാവിലെ 9 മുതൽ 11 മണിക്കുള്ളിൽ സാധാരണ എല്ലാ ദിവസവും നടക്കുന്ന ICU റൗണ്ട്സില് പങ്കെടുക്കും. And the main decision regarding treatment is taken in these rounds. ഈ പറയുന്ന ആ ഒരു റൗണ്ട്സിൽ വരുമ്പോഴാണ് പേഷ്യൻസിന്റെ കണ്ടീഷൻ എത്രത്തോളം ഉണ്ട്, അവർക്ക് ട്രീറ്റ്മെന്റ് നമുക്ക് കൊടുത്തത് വളരെ പ്രോഗ്രസീവ് ആയിട്ട് അവർക്ക് പ്രോഗ്രസ് കാണിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കുറവുകളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനനുസരിച്ച് ഡോക്ടേഴ്സ് മരുന്നുകൾ മാറ്റാം, ട്രീറ്റ്മെന്റ് പ്രൊസീജിയേഴ്സിൽ വ്യത്യാസം വരുത്താം, ടെസ്റ്റുകൾക്ക് എഴുതാം അല്ലെ. അപ്പൊ അങ്ങനെ എന്ത് തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ഇനി അവർക്ക് കൊടുക്കണം, ഇത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതിയോ അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്തണോ, അങ്ങനെയുള്ള എല്ലാ തീരുമാനങ്ങളും, പ്രധാനപ്പെട്ട ഡിസിഷൻസ് അല്ലെങ്കിൽ തീരുമാനങ്ങളും ഈ റൗണ്ട്സിൽ ഡോക്ടേഴ്സ് വരുമ്പോഴാണ് തീരുമാനിക്കുക. മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത്, the treatment initiated to patients is written by the senior resident posted in ICU. Extensive care is given to patient. ഇവിടെ ഈ ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്ന റൗണ്ട്സിന് വരുമ്പോൾ ഡോക്ടേഴ്സിന് മനസ്സിലാവും ഈ പറയുന്ന പേഷ്യൻസിന് പ്രോഗ്രസ് ഉണ്ടോ, അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ട്, അവരുടെ കേസ് ക്രിട്ടിക്കൽ കൂടുതൽ വഷളാവുകയാണോ, വേഴ്സൺ ചെയ്യുകയാണോ എന്നൊക്കെ മനസ്സിലാവും. അപ്പൊ അങ്ങനെ വരുമ്പോ ആ പേഷ്യൻസിന് പുതിയതായിട്ട് എന്തെങ്കിലും ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ ആരംഭിക്കണമെങ്കിൽ അത് നമ്മുടെ ആ ഒരു ഡോക്ടർ പറയുന്ന സമയത്ത് അത് കൃത്യമായിട്ട് എഴുതി വെക്കേണ്ടത് ആരാണ്? അവിടെ പോസ്റ്റഡ് ആയിട്ടുള്ള ആ ഒരു ICUവിൽ ചാർജിലുള്ള സീനിയർ റെസിഡന്റ് ആണ്, സീനിയർ റെസിഡന്റ് ഡോക്ടർ ആണ് അത് നോട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എഴുതി വെക്കേണ്ടത്. അതിനനുസരിച്ച് ആ ICUവിലുള്ള പേഷ്യൻസിന് എക്സ്റ്റൻസീവ് ആയിട്ടുള്ള വിപുലമായിട്ടുള്ള പരിചരണവും ആ ഡോക്ടർ നിർദ്ദേശപ്രകാരം തന്നെ കൊടുക്കുകയും വേണം. അപ്പൊ 3 പോയിന്റ്സ് ആണ് നമ്മൾ പറയുന്നത്. ഡേ ടു ഡേ കെയർ പ്രൊസീജിയേഴ്സ് ഒരു ICUവിലുള്ള ദിവസേന നടക്കുന്ന പ്രൊസീജിയേഴ്സ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്
ഒരു ICUവിൽ വരുന്ന ഓരോ പേഷ്യൻസിനും പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്, ശരിയായ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കണമെങ്കിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതിന്റെ ICUവിന്റെ ഒക്കെ പാരന്റ് യൂണിറ്റ് അല്ലെങ്കിൽ മാതൃ യൂണിറ്റുമായിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ നല്ലൊരു ബന്ധം. ഇത് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് ആണ് അതിന്റെ പാരന്റ് യൂണിറ്റ് ആയിട്ട് വരാം. അപ്പൊ ആ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റുമായി ബന്ധപ്പെട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ടാക്കി ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളും സ്റ്റാഫുകളും എല്ലാം സജ്ജീകരിച്ചുകൊണ്ട് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ എല്ലാ ദിവസവും ICUവിലുള്ള പേഷ്യൻസിന് നൽകുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, റൊട്ടീൻ റൗണ്ട്സ്, അതായത് രാവിലെ 9 മുതൽ 11 മണി വരെ അതിനുള്ളിലാണ് ഒരു ICUവിനുള്ള, അവിടെ ആരാണോ ICUവിലേക്ക് ആ പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്തത് അദ്ദേഹമായിരിക്കും അല്ലെങ്കിൽ ആ ഡോക്ടർ ആയിരിക്കും അവിടെ റൗണ്ട്സിന് വരിക. ആ റൗണ്ട്സിന് വരുന്ന സമയം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അതുപോലെ തന്നെ അവിടെ വന്നു കഴിഞ്ഞ് റൗണ്ട്സിന് വരുമ്പോഴാണ് ആ പേഷ്യൻസിന്റെ ഡിസിഷൻസ്, എന്തൊക്കെയാണ് അവരുടെ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ റൗണ്ട്സിന്റെ സമയത്താണ്. അങ്ങനെ പുതിയതായിട്ട് എന്തെങ്കിലും ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ ആ പേഷ്യൻസിന് ഇനിഷ്യേറ്റ് ചെയ്യണമെങ്കിൽ ആരംഭിക്കണമെങ്കിൽ അത് എഴുതി വെക്കുന്നത് ആരാണ്? സീനിയർ റെസിഡന്റ്, ICUവിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള സീനിയർ റെസിഡന്റ് ആയിരിക്കും. അതിനുശേഷം വിപുലമായിട്ടുള്ള ഒരു പരിചരണം അതിനനുസരിച്ച് പേഷ്യൻസിന് നൽകുകയും ചെയ്യും. വേഗം ഒന്ന് വായിച്ചു നോക്കാം 3 പോയിന്റ്സ്. ഡേ ടു ഡേ കെയർ പ്രൊസീജിയേഴ്സ്. വായിച്ചു കഴിയുന്നവരൊന്ന് റിപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? Then next one ആണ് ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ്. ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സിൽ ഒരു ICUവിൽ നിന്ന് എങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുക, എപ്പോഴൊക്കെയാണ്, ആ ഒരു കണ്ടീഷൻസ് അല്ലെങ്കിൽ സിറ്റുവേഷൻസ് ഒക്കെയാ പറയുന്നത് കേട്ടോ. ഫസ്റ്റ് പോയിന്റ്, പേഷ്യൻസ് ഹു ആർ റിക്കവേർഡ് ആൻഡ് ആർ സ്റ്റഡി ക്യാൻ ബി ഡിസ്ചാർജ്. അല്ലെ, ഒരു ICUവിലുള്ള പേഷ്യൻസിനെ ഇന്നും നമ്മുടെ ICUവിൽ തന്നെ കിടത്തില്ല അല്ലെ. ആ പേഷ്യൻസ് ആ ഒരു ക്രിട്ടിക്കൽ കെയർ ഒക്കെ, ക്രിട്ടിക്കൽ കണ്ടീഷൻ ഒക്കെ റിക്കവർ ആയി, അവർ അതിൽ നിന്നൊക്കെ മോചിതനായി, അവർക്ക് ഒരു സ്റ്റഡി ആയിട്ടുള്ള, ഒരു സ്ഥിരമായിട്ടുള്ള അവരുടെ ബോഡിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഒരു ബാലൻസ്ഡ് ആയി സ്റ്റഡി ആയിട്ട് സന്തുലിതമായ ഒരു അവസ്ഥയിൽ, അല്ലെങ്കിൽ വളരെ സസ്റ്റൈനബിൾ അല്ലെങ്കിൽ ഒരു എന്താണ് പറയുക, ഒരു സ്ഥിരതയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരെ ആ ഒരു ICUവിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാറുണ്ട്. ഇല്ലേ, ICUവിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ചിലപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് വിടുക എന്നല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. ICUവിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ചിലപ്പോൾ വാർഡിലോ റൂമുകളിലേക്കോ മാറ്റാറുണ്ട്. And patients in whom immediate threat is lessened but needs close observation can either be discharged to wards or in intermediate care areas depending on need for ICU beds. But ചില പേഷ്യൻസിന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അവരുടെ പെട്ടെന്നുള്ള ആ ഒരു ഭീഷണി കാര്യങ്ങളൊക്കെ ആ ഒരു ഇമ്മീഡിയറ്റ് ത്രെറ്റുകൾ കുറഞ്ഞിട്ടുണ്ടാവാം. എന്നാൽ പോലും അവർക്കൊരു ക്ലോസ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ അല്ലെങ്കിൽ നിരീക്ഷണം ആവശ്യമായി വരുന്ന ചില പേഷ്യൻസ് ഉണ്ട് അല്ലെ. ആ ഒരു അപകട സാധ്യത കുറഞ്ഞു, എന്നാൽ പോലും അവർക്കൊരു ക്ലോസ് ആയിട്ടുള്ള ഒബ്സർവേഷൻ അല്ലെങ്കിൽ നിരീക്ഷണം ആ പേഷ്യൻസിന് നമുക്ക് നടത്തണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൂടുതലും ICUവിൽ തന്നെയാണ് അവരെ കിടത്താറ്. പക്ഷെ ചില സന്ദർഭങ്ങളിൽ, അതായത് ICUവിലെ ബെഡുകൾ അവൈലബിൾ അല്ലാത്ത സന്ദർഭങ്ങളിൽ പുതിയ വരുന്ന പേഷ്യൻസിനെ നമുക്ക് ICUവിലേക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ വരുമ്പോൾ ഇങ്ങനെയുള്ള പേഷ്യൻസിനെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? വാർഡിലേക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ റൂമുകളിലേക്കോ കാര്യങ്ങളിലേക്കോ നമുക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പൊ നമ്മൾ അവർ ICUവിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തേ പറ്റുള്ളൂ. മൂന്നാമത്തെ കാര്യം, പേഷ്യൻസ് ഇൻ ഹൂം ഡെത്ത് ഈസ് agreed to be embedded even if intensive care is continued again kept in ICU depending on the availability of resources. നമുക്കറിയാം ചില പേഷ്യൻസ് അവരുടെ ഡെത്ത് എന്താ, സൗണ്ട് കുറവാണ്, എല്ലാവർക്കും കുറവായിട്ടാണോ കേൾക്കുന്നേ? ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ ആണ്. ഓക്കെ, ഇപ്പൊ ഓക്കെ ആയി. ശരി,
തേർഡ് വൺ പറയുന്നത് patients in whom death is agreed to be impending even if intensive care is continued again kept in ICU depending on availability of resources. നമുക്കറിയാം പ്രായമായവരൊക്കെ ആണെങ്കിൽ നമുക്ക് ചില ആളുകളെ അറിയാം അവർ എത്ര ദിവസം നമ്മൾ ICUയിൽ കിടത്തിയാലും അവരെ എന്തിനെ തിരിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്നറിയാവുന്ന ആളുകളിൽ, അതായത് അവര് മരണം സംഭവിക്കും എന്ന് നമുക്ക് ഉറപ്പുണ്ട്. കുറച്ച് ദിവസത്തേക്ക് നമുക്കത് നീട്ടിക്കൊണ്ടുപോവാം എന്ന് മാത്രമേ ഉള്ളൂ. ICUവിന്റെ സഹായത്തോടു കൂടി നമുക്ക് കുറച്ച് ദിവസം അത് നീട്ടിക്കൊണ്ടുപോവാം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ ഒരു ചികിത്സ ICUയിൽ ആ ഒരു ചികിത്സ തുടരുകയാണെങ്കിൽ പോലും മരണം സംഭവിക്കും എന്ന് ഉറപ്പുള്ള കുറച്ച് പേഷ്യൻസ് ഇല്ലേ, അങ്ങനെയുള്ള പേഷ്യൻസിനെ അവിടുത്തെ ഹോസ്പിറ്റലിലെ അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ്, അവിടെ ബെഡുകൾ അവൈലബിൾ ആണ്, ICUയിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും, അവിടെ തന്നെ നമുക്ക് കിടക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ എന്ത് ചെയ്യാറുണ്ട്, അതിനുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്ത് എന്നാണ് അവർ മരണപ്പെടുന്നത്. അതുവരെ ആണെങ്കിൽ റിക്കവർ ആവില്ല, പക്ഷെ എത്ര ദിവസം കഴിഞ്ഞു ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ ഭൂരിഭാഗം ഇപ്പൊ പ്രായമായവരൊക്കെ ആണെങ്കിൽ ഭൂരിഭാഗം അവരുടെ ഫാമിലി എന്താ പറയാ, ഒരുപാട് ദിവസം അങ്ങനെ ICUയിൽ കിടത്തുന്ന് പറയില്ല അല്ലെ. അപ്പൊ അവര് പറയും അങ്ങനെയാണ്, ഇപ്പൊ ഒട്ടും റിക്കവർ ആവില്ല എന്ന് നമുക്ക് ഉറപ്പുള്ള, അതായത് മരണം സംഭവിക്കും എന്ന് ഉറപ്പുള്ളവരൊക്കെ ആണെങ്കിൽ അവര് പറയും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് മാറ്റിക്കോ, അല്ലെങ്കിൽ ഡിസ്ചാർജ് ആക്കിക്കോ, നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി നോക്കിക്കോളാം അല്ലെ, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന് അവരുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള ബൈസ്റ്റാൻഡേഴ്സിന്റെ താല്പര്യപ്രകാരം അതുപോലെ തന്നെ ഒരു ബെഡ് അവൈലബിലിറ്റി നമുക്ക് ഹോസ്പിറ്റലിൽ ഇല്ലാതെ വരുന്ന ഒരു സിറ്റുവേഷനിലൊക്കെ നമുക്ക് അവരെ ഡിസ്ചാർജ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. അപ്പൊ 3 കണ്ടീഷൻസ് ആണ് പറയുന്നത് ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സുമായി ബന്ധപ്പെട്ട്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാല് പേഷ്യൻസ് സാധാരണ പോലെ ഒരു പേഷ്യന്റിന് എന്തെങ്കിലും വളരെ ഗുരുതരമായിട്ടുള്ള തീവ്രപരിചരണം ആവശ്യമാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കെയറിന് വേണ്ടി നമ്മൾ ICUയിൽ പ്രവേശിപ്പിക്കുന്നു. ഒരു 1-2 ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർക്ക് അവരവരുടെ ആ ഒരു കണ്ടീഷനൊക്കെ നോർമലായി, അവര് റിക്കവറായി, അവരുടെ എല്ലാ കാര്യങ്ങളും സ്റ്റഡിയായി ഒരു വളരെ ഒരു സസ്റ്റൈനബിൾ ആയി സ്ഥിരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് അവരെത്തുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് പേഷ്യൻസിനെ ICUയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യും. രണ്ടാമത്തെ കേസ് പേഷ്യൻസിന് അവരുടെ ആ ഒരു ഇമ്മീഡിയറ്റ് ത്രെറ്റ് അല്ലെങ്കിൽ ആ ഒരു വളരെ വേഗത്തിൽ വളരെ ആ ഒരു അപകട സാധ്യത കണ്ട് കുറഞ്ഞു, പക്ഷെ എന്നാൽ പോലും ഒരു ക്ലോസ് ആയിട്ടുള്ള നിരീക്ഷണം ആവശ്യമായിട്ടുള്ള പേഷ്യൻസിന് ചില സമയങ്ങളിൽ നമ്മൾ ICUയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യേണ്ടി വരാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടുത്തെ ബെഡിന്റെ അവൈലബിലിറ്റി കുറവാകുമ്പോൾ ICUയിൽ ആവശ്യമായിട്ടുള്ള ബെഡ് ഇല്ലാതെ വരുമ്പോൾ പുതിയ പേഷ്യൻസിനെ നമുക്ക് ICUയിലേക്ക് കൊണ്ടുവരാൻ പറ്റാതെ വരും. ഇങ്ങനെയുള്ള പേഷ്യൻസിന് ഒരുവിധം റിക്കവർ ആയിട്ടുള്ള ഇത്തിരി ഭേദപ്പെട്ടിട്ടുള്ള പേഷ്യൻസിനെ കൂടുതൽ ക്ലോസ് ഒബ്സർവേഷനും കാര്യങ്ങളും വേണ്ടി നമ്മൾ വാർഡിലേക്കോ അല്ലെങ്കിൽ റൂമുകളിലേക്കോ ഒക്കെ മാറ്റാറുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു ബെഡ് അവൈലബിൾ ആവും, അതിനനുസരിച്ച് വേറെ പേഷ്യൻസിനെ നമ്മളിലേക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെ ഡിസ്ചാർജ് ചെയ്യാറുണ്ട്. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ICUയിൽ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ചികിത്സ തുടർന്നാൽ പോലും മരണം സംഭവിക്കും എന്ന് ഉറപ്പുള്ള പേഷ്യൻസ് ഉണ്ടല്ലോ, അങ്ങനെയുള്ളവർക്ക് നമ്മൾ അവരുടെ പാരന്റ്സിനോട് അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് ബൈസ്റ്റാൻഡേഴ്സിനോടൊക്കെ സംസാരിച്ചിട്ട് അവരുടെ താല്പര്യം അനുസരിച്ച് നമ്മൾ ICUയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ അവരുടെ അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് അനുസരിച്ച് കണ്ടിന്യൂ ചെയ്യണമെന്നാണ് അവരുടെ താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്യാറുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കിയ ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ്. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. റെസ്പോൺസിബിലിറ്റി ഓഫ് ഇൻചാർജ് ഓഫ് ICU. ആരാണ് ഇൻചാർജ്? ICUവിന്റെ ഇൻചാർജ് ആരാ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചില്ലേ ICUവിന്റെ ഇൻചാർജ് ആരാ? പഠിച്ചിരുന്നോ? സ്റ്റാഫിങ്ങില് പഠിച്ചോ? ഡയറക്ടർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആരാണ് ഇൻചാർജ്? ICU ഇൻചാർജ് അല്ലെങ്കിൽ അദ്ദേഹത്തെ വിളിക്കുന്ന വേറൊരു പേര് പറഞ്ഞിരുന്നു നമ്മള്, ഓർക്കുന്നുണ്ടോ?
വെരി ഗുഡ്. ഇന്റൻസിവിസ്റ്റ് അല്ലെ, ഇന്റൻസിവിസ്റ്റ് എന്നാണ് നമ്മൾ പറയുക അല്ലെ. അപ്പൊ ഇദ്ദേഹമാണ് ICUവിന്റെ ഇൻചാർജ് ആയിട്ട് അറിയപ്പെടുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ICU ഇൻചാർജിലുള്ള വ്യക്തിയുടെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളാണ് പറയുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ ആണ് ഈസ് റെപ്രസെന്റേറ്റീവ് ഫോർ യൂണിറ്റ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ്. അതായത് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ആ ഒരു യൂണിറ്റിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് അല്ലെങ്കിൽ ഒരു പ്രതിനിധിയായിട്ട് ഇദ്ദേഹം പ്രവർത്തിക്കുന്നു. രണ്ടാമത്തത് പ്രൊവൈഡ് കണ്ടിന്യൂറ്റി ഓഫ് ക്ലിനിക്കൽ കെയർ. നമുക്കറിയാം ഒരു പേഷ്യൻസിനെ കൊണ്ടുവരുമ്പോൾ അവർക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ വളരെ ഇന്റൻസീവ് ആയിട്ടുള്ള കെയറിന് വേണ്ടിയായിരിക്കും കൊണ്ടുവരാം അല്ലെ. അപ്പൊ അവരുടെ ആ ഒരു ക്ലിനിക്കൽ കെയർ ചികിത്സാപരമായ ആ ഒരു പരിചരണവുമായി ബന്ധപ്പെട്ട ഒരു തുടർ പരിചരണം ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ഈ ICU ഇൻചാർജ് അല്ലെങ്കിൽ ഇന്റൻസിവിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. മൂന്നാമത്തത് അറേഞ്ച് ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ജൂനിയർ സ്റ്റാഫ് who needed comprehensive instructions not only regarding patient care but also for use of unfamiliar equipment. അതുപോലെ തന്നെ അവരുടെ ജൂനിയർ സ്റ്റാഫുകൾക്ക് ICUലുള്ള ജൂനിയർ സ്റ്റാഫുകൾക്ക് ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അതിപ്പോ അവിടുത്തെ വളരെ സമഗ്രമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ടാവാം, പേഷ്യൻസിന്റെ പരിചരണം മാത്രമല്ല പരിചരണം കൊടുക്കുന്നതിൽ പുതിയ പുതിയ നിർദ്ദേശങ്ങളും കാര്യങ്ങളും കൊടുത്ത് ട്രെയിനിങ്ങും പരിശീലനങ്ങളും അതുപോലെ മേൽനോട്ടവും മാത്രമല്ല പുതിയതായിട്ടുള്ള എക്യുപ്മെന്റുകളൊക്കെ ഒരു ICUവിൽ കൊണ്ടുവരുമ്പോൾ അത് ചിലപ്പോൾ ജൂനിയർ സ്റ്റാഫുകൾക്ക് അത് പരിചിതമായിട്ടുള്ളതായിരിക്കില്ല. അപ്പൊ അത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ്, അതിന്റെ ഓരോരോ നടപടിക്രമങ്ങൾ, പ്രൊസീജിയേഴ്സ്, കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചും വരുന്ന ഓരോ പേഷ്യൻസിനും എങ്ങനെ നമുക്ക് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാം, അതുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ചും കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുക, കൃത്യമായിട്ടുള്ള പരിശീലനങ്ങൾ നൽകുക, കൃത്യമായിട്ടുള്ള മേൽനോട്ടങ്ങൾ വഹിക്കുക. Then is responsible for purchasing and servicing of ICU equipment. ICUലുള്ള എക്യുപ്മെന്റുകളൊക്കെ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, അത് കൃത്യമായിട്ട് എല്ലാം അതൊരു വർക്കിംഗ് കണ്ടീഷൻ. കാരണം ICUലെ എക്യുപ്മെന്റ് എപ്പോഴും നമ്മൾ വർക്കിംഗ് കണ്ടീഷൻ അങ്ങനെ എപ്പോഴും ചെക്ക് ചെയ്യണം. കാരണം ഏതൊരു സിറ്റുവേഷനിലാണ് ഏത് ഉപകരണമാണ് ആവശ്യമായി വരുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരെണ്ണം വർക്കിംഗ് ചെയ്യുന്നില്ല എങ്കിൽ ആ സമയത്ത് പുതിയൊരെണ്ണം അത് സംഘടിപ്പിക്കാനും ആ ഒരു പേഷ്യൻസിന്റെ കണ്ടീഷൻ ആ സമയം കൊണ്ട് വളരെ മോശമാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ICUലെ ഓരോ എക്യുപ്മെന്റും കൃത്യമായിട്ട് അവിടെ വർക്കിംഗ് കണ്ടീഷനിലാണോ, അല്ല എങ്കിൽ എന്തെങ്കിലും ചെറിയ രീതിയിലാണെങ്കിൽ പോലും ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കേടുപാടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉടനെ സർവീസ് ചെയ്യുക, അത് റിപ്പയറും കാര്യങ്ങളൊക്കെ ചെയ്ത് സർവീസ് ചെയ്ത് വർക്കിംഗ് കണ്ടീഷനായിട്ട് നിലനിർത്തുക. ഇനി ആവശ്യമായിട്ട് വരുന്ന ഇനി വേറെ എന്തെങ്കിലും ഉപകരണങ്ങൾ പുതിയതായിട്ട് പർച്ചേസ് ചെയ്യണോ, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കും ഉത്തരവാദിത്തം ഈ ഒരു ഇൻചാർജ് അല്ലെങ്കിൽ ആ ഒരു ഇന്റൻസിവിസ്റ്റിനായിരിക്കും. Then should initiate research and be recognized as an authority. അതുപോലെ തന്നെ ഇപ്പൊ ICUവുമായി ബേസ് ചെയ്തിട്ടുള്ള റിസർച്ചുകൾ അല്ലെങ്കിൽ ഗവേഷണങ്ങൾക്ക് ഒരു ആരംഭം കൊടുക്കുക, അതുമായി ബന്ധപ്പെട്ട ഒരു അംഗീകരിക്കപ്പെട്ട ഒരു അധികാരി എന്ന നിലയിൽ പ്രവർത്തിക്കുക. ലാസ്റ്റ് പോയിന്റ് ഷുഡ് റിവ്യൂ ഓൾ ട്രീറ്റ്മെന്റ് റെജിമെൻ വിത്ത് സ്റ്റാഫ്. സ്റ്റാഫുകളുമായി ചേർന്ന് എല്ലാ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട ഓരോ പേഷ്യൻസുമായി ബന്ധപ്പെട്ട അവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട ചിട്ടകള് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അവലോകനം ചെയ്യുകയും ചെയ്യുക. ഇത്രയും ഒരു ICU ഇൻചാർജിന്റെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ വരുന്നതാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈസ് റെപ്രസെന്റേറ്റീവ് ഫോർ യൂണിറ്റ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ്. ഒരു അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു ഭരണം നടത്തുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റിലെ ഒരു റെപ്രസെന്റേറ്റീവ് അല്ലെങ്കിൽ ഒരു പ്രതിനിധിയായി നിന്ന് ICUലെ ഒരു പ്രതിനിധിയായി നിന്ന് പ്രവർത്തിക്കുക. രണ്ടാമത്തെ കാര്യം പ്രൊവൈഡ്സ് കണ്ടിന്യൂറ്റി ഓഫ് ക്ലിനിക്കൽ കെയർ. ചികിത്സാപരമായിട്ടുള്ള എല്ലാ പരിചരണത്തിലും ഒരു തുടർച്ച അവിടെ വരുന്ന പേഷ്യൻസിന് നൽകുക. അപ്പൊ അവർക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണോ കാഷ്വാലിറ്റിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ഇനി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് എന്തൊക്കെ കൊടുക്കണോ ആ ഒരു തുടർച്ച, ആ ഒരു കണ്ടിന്യൂറ്റി നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുക. അതിനനുസരിച്ച് നല്ല ട്രീറ്റ്മെന്റുകളും ആ വരുന്ന പേഷ്യൻസിന് കൊടുക്കുക. മൂന്നാമത്തത് അവിടുത്തെ ജൂനിയർ സ്റ്റാഫുകൾക്ക് എങ്ങനെ പേഷ്യൻസിന് പരിചരണം കൊടുക്കണം, അതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള സമഗ്രമായ നിർദ്ദേശങ്ങൾ കൊടുക്കുക, കൃത്യമായിട്ടുള്ള പരിശീലനങ്ങൾ കൊടുക്കുക, കൃത്യമായ മേൽനോട്ടം
വഹിക്കുക. പേഷ്യൻസിന്റെ കെയർ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട മാത്രമല്ല പരിശീലനങ്ങൾ കൊടുക്കേണ്ടത്. പുതിയതായിട്ടുള്ള എക്യുപ്മെന്റുകൾ അൺഫെമിലിയർ ആണ്, അവർക്ക് പരിചയമല്ലാത്ത ഉപകരണങ്ങളും കാര്യങ്ങളും ഒക്കെ ICU ഉണ്ടെങ്കിൽ അതെങ്ങനെ പ്രവർത്തിപ്പിക്കണം, അതുമായി ബന്ധപ്പെട്ട് എങ്ങനെ പ്രൊസീജിയേഴ്സ് ഒക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ചും കൃത്യമായ മേൽനോട്ടവും പരിശീലനവും അറേഞ്ച് ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് ഇസ് റെസ്പോൺസിബിൾ ഫോർ പർച്ചേസിംഗ് ആൻഡ് സർവീസിംഗ് ഓഫ് ICU എക്യുപ്മെന്റ്. ICUലുള്ള ഉപകരണങ്ങൾ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് കൃത്യമായി നിരീക്ഷിക്കുകയും ആവശ്യമാണെങ്കിൽ അത് സർവീസ് ചെയ്ത് നിലനിർത്തുകയും ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ പർച്ചേസ് ചെയ്ത് വാങ്ങാനുമുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ICU ഇൻചാർജിനാണ് ഉണ്ടാവുക. Then should initiate research and recognize as an authority. ആ ഒരു ICUമായി ബന്ധപ്പെട്ട റിസർച്ചുകൾ അല്ലെങ്കിൽ ഗവേഷണങ്ങൾക്ക് ആരംഭം നൽകുക, അതുമായി ബന്ധപ്പെട്ട ഒരു അംഗീകൃതമായിട്ടുള്ള ഒരു അധികാരിയായി നിന്ന് പ്രവർത്തിക്കുക. ലാസ്റ്റ് പോയിന്റ് ഷുഡ് റിവ്യൂ ഓൾ ട്രീറ്റ്മെന്റ് റെജിമെൻ വിത്ത് സ്റ്റാഫ്. അവിടുത്തെ സ്റ്റാഫുകളുമായി കൂടി ആലോചിച്ച് ആ പേഷ്യൻസിന്റെ പേഷ്യൻസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ട്രീറ്റ്മെന്റ്, എല്ലാ ചികിത്സാപരമായിട്ടുള്ള ചിട്ടകളും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും കൃത്യമായി അവലോകനം ചെയ്യുകയും ചെയ്യുക. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. റെസ്പോൺസിബിലിറ്റി ഓഫ് ഇൻചാർജ് ഓഫ് ICU. വായിച്ചു കഴിയുന്നവരൊന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണ് കേട്ടോ. ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഷുഡ് എൻഷുവർ. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ICUമായി ബന്ധപ്പെട്ട് ഉറപ്പുവരുത്തേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഒരു 6 പോയിന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ. അപ്പൊ ഫസ്റ്റ് പോയിന്റ്, സ്യൂട്ടബിൾ എൻവയോൺമെന്റ് ഫോർ പേഷ്യന്റ് സേഫ്റ്റി. അവിടെ വരുന്ന ഓരോ പേഷ്യന്റ്, എവിടെ വരുന്ന ICUവിൽ വരുന്ന ഓരോ പേഷ്യൻസിന്റെയും സുരക്ഷ ഉറപ്പുവരുത്തുന്ന രീതിയിൽ അനുയോജ്യമായിട്ടുള്ള ഒരു അന്തരീക്ഷം അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. അതാണ് ഒന്നാമത്തെ കാര്യം. സെക്കൻഡ് വൺ, സഫിഷ്യന്റ് റിസോഴ്സസ് ഇൻ ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ. ICUവില് മതിയായിട്ടുള്ള വിഭവങ്ങൾ ഉണ്ടോ, ആവശ്യമായിട്ടുള്ള സ്റ്റാഫ് ഉണ്ടോ, ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ്, മെഷീനറീസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ, അങ്ങനെ മതിയായിട്ടുള്ള വിഭവങ്ങളുണ്ടോ, അതെല്ലാം നല്ല വർക്കിംഗ് കണ്ടീഷനിലുമാണോ എന്ന് ഉറപ്പുവരുത്തണം. മൂന്നാമത്തത്, ആംബിൾ നമ്പർ ഓഫ് സ്കിൽഡ് മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് ടീം. ആ ഒരു ICUമായി ബന്ധപ്പെട്ട് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ മതിയായ നമ്പർ ഓഫ് സ്കിൽഡ് ആയിട്ടുള്ള, നല്ല വൈദഗ്ധ്യമുള്ള, നല്ല സ്കിൽഡ് ആയിട്ടുള്ള മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് ടീമില് ആവശ്യമായിട്ടുള്ള നമ്പർ ഓഫ് മെമ്പേഴ്സ് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. നാലാമത്തത്, സ്റ്റാൻഡേർഡ്സ് ഓഫ് കെയർ that include proper referral system. കൃത്യമായിട്ടുള്ള നല്ലൊരു നിലവാരത്തോടു കൂടിയുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കെയർ ആണോ അവിടെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള പ്രോപ്പർ റെഫറൽ സിസ്റ്റംസ്. നമുക്കറിയാം റെഫറൽ സംവിധാനങ്ങളുണ്ട് അല്ലെ. പേഷ്യൻസ് വരുമ്പോൾ ആ ഹോസ്പിറ്റലിൽ മതിയായിട്ടുള്ള സൗകര്യങ്ങളില്ല, അവൈലബിൾ അല്ല എങ്കിൽ നമുക്ക് വേറെ ഹോസ്പിറ്റലിലേക്ക് അവരെ റെഫർ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഡോക്ടർ അടുത്ത് വന്നാൽ അവർക്ക് നോക്കാൻ കഴിയുന്നതല്ല, വേറെ ഏതെങ്കിലും ഡോക്ടേഴ്സിനെ കൈകാര്യം ചെയ്യുന്ന സെക്ഷനിലേക്കാണ് ഇവരെ
വേണ്ടതെങ്കിൽ ആ ഡോക്ടറുടെ അടുത്തേക്ക് നമുക്ക് റെഫർ ചെയ്യണം അല്ലെ. അങ്ങനെയുള്ള ശരിയായിട്ടുള്ള റെഫറൽ സംവിധാനങ്ങളുണ്ടോ? അതുപോലെ എൻഷുവർ ക്വാളിറ്റി അഷ്വറൻസ് പ്രോഗ്രാം, ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിന്. അപ്പൊ അവിടെ ICUലാണെങ്കിലും അവർ ചെയ്യുന്ന ഓരോ പ്രൊസീജിയേഴ്സിലും ട്രീറ്റ്മെന്റുകളിലും ഒക്കെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രോഗ്രാംസ് നടത്തുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ആൻഡ് 6th one, പ്രോപ്പർ പോളിസി ഫോർ അഡ്മിഷൻ ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ്. അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അവരുടെ ഡിസ്ചാർജുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലെല്ലാം ശരിയായിട്ടുള്ള പോളിസികൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഈ ഒരു 6 പോയിന്റ്സ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ICUവുമായി ബന്ധപ്പെട്ട് ഉറപ്പുവരുത്തേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ പോയിന്റ് അവിടെയുള്ള വരുന്ന ICUവിൽ വരുന്ന ഓരോ പേഷ്യൻസിന്റെയും സേഫ്റ്റി, അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ഒരു അനുയോജ്യമായിട്ടുള്ള ഒരു അന്തരീക്ഷം അവിടെ ICUവിലുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. രണ്ടാമത്തെ കാര്യം സഫീഷ്യന്റ് ആയിട്ടുള്ള റിസോഴ്സുകൾ, മതിയായിട്ടുള്ള വിഭവങ്ങൾ, സ്റ്റാഫുകളുടെ എണ്ണത്തിലാവാം, മെഷീനറീസിലാവാം, എക്യുപ്മെന്റുകളിലാവാം, അങ്ങനെയുള്ള എല്ലാ തരത്തിലുമുള്ള മതിയായ വിഭവങ്ങൾ ആ ഒരു ICUവിലുണ്ടോ, അതെല്ലാം നല്ല വർക്കിംഗ് കണ്ടീഷൻ തന്നെയാണോ ഉള്ളത് എന്നൊക്കെ ഉറപ്പുവരുത്തണം. മൂന്നാമത്തെ കാര്യം ICUവുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ ടീം ആയിക്കോട്ടെ, നഴ്സിംഗ് കെയർ കൊടുക്കുന്ന ടീം ആയിക്കോട്ടെ, ആവശ്യമായിട്ടുള്ള നമ്പർ ഓഫ് സ്കിൽഡ് ആയിട്ടുള്ള സ്റ്റാഫുകള് അവിടെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. നാലാമത്തത് കൃത്യമായിട്ടുള്ള ഒരു നിലവാരമുള്ള ഒരു പരിചരണമാണോ വരുന്ന ഓരോ പേഷ്യൻസിനും ലഭിക്കുന്നത്. അതുപോലെ തന്നെ ശരിയായിട്ടുള്ള ഒരു റെഫറൻസ് സംവിധാനം അവിടെ നിലനിർത്തുന്നുണ്ടോ എന്നൊക്കെ ഉറപ്പുവരുത്തണം. അതുപോലെ ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകൾ നടപ്പിലാക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ലാസ്റ്റ് പോയിന്റ് പറഞ്ഞത് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ICUവിൽ നിന്നുള്ള ഡിസ്ചാർജുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ ശരിയായിട്ടുള്ള പോളിസികൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. വേഗം ഒന്ന് വായിച്ചു നോക്കി. The hospital administration should ensure. ഓക്കെ, ക്ലിയർ അല്ലേ? ലാസ്റ്റ് ഭാഗത്തേക്ക് പോവാണ്. നമ്മുടെ ലാസ്റ്റ് ഭാഗമാണ് ഈ ഒരു ചാപ്റ്ററിന്റെ ഡ്യൂട്ടീസ് ഓഫ് ICU സെക്രട്ടറി. ഒരു ICU സെക്രട്ടറിയുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ചുമതലകളാണ് താഴെ പറയുന്നവ. ഈ പോയിന്റ്സോട് കൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവാണ് കേട്ടോ. ഡ്യൂട്ടീസ് ഓഫ് ICU സെക്രട്ടറി. ഫസ്റ്റ് പോയിന്റ്, എ യൂണിറ്റ് സെക്രട്ടറി ഇൻ ദ ICU is normally the first person whom family members and visitors meet when coming to the ICU. അപ്പൊ ആ ഒരു ICU സെക്രട്ടറി അല്ലെങ്കിൽ ആ ഒരു ICU എന്ന് പറയുന്ന ആ യൂണിറ്റിലെ സെക്രട്ടറി ഇൻ ICU നോർമലി ദ ഫസ്റ്റ് പേഴ്സൺ, അതായത് ഒരു പേഷ്യന്റിന്റെ ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ വിസിറ്റേഴ്സോ ഒക്കെ ഒരു ICUവിലേക്ക് ആദ്യം വരുമ്പോ നമ്മൾ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് നമ്മൾ മീറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ ICU സെക്രട്ടറി എന്ന് പറയുന്നത്. അദ്ദേഹം എപ്പോഴും ആ ഒരു ICUവിൽ ഉണ്ടായിരിക്കും. അപ്പൊ ആ ഒരു ICU സെക്രട്ടറി ആദ്യം നമ്മൾ മീറ്റ് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? കോൾസ് ആൻഡ് പാസ് ഓൺ മെസ്സേജസ് പ്രോപ്പർലി. അപ്പൊ ആ ഒരു ICUവുമായി ബന്ധപ്പെട്ട് ഫോൺ കോളുകൾ വരാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ കോളുകൾ വരുന്നുണ്ട്, അത് അറ്റൻഡ് ചെയ്യണം. അതുപോലെ തന്നെ കൃത്യമായിട്ട് ആ കോളുകളിലുള്ള മെസ്സേജുകൾ പ്രോപ്പറായിട്ട് അതാത് ഇടങ്ങളിലേക്ക് കൈമാറുകയും വേണം. മൂന്നാമത്തത്, അക്കൗണ്ടബിൾ ഫോർ ഗ്രീറ്റിംഗ് ദം ആൻഡ് ലിസണിംഗ് ടു ഡിറ്റർമൈൻ വാട്ട് ദ ക്ലയന്റ് റിക്വസ്റ്റ്. അതുപോലെ തന്നെ അവരുടെ ഒരു ഉത്തരവാദിത്തമാണ് ഫോൺ കോളുകൾ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ നേരിട്ട് അവിടുത്തെ പേഷ്യൻസിന്റെ ഫാമിലി മെമ്പേഴ്സോ വിസിറ്റേഴ്സോ വരുമ്പോ അവര് കൃത്യമായിട്ട് ഗ്രീറ്റിംഗ് ചെയ്ത് അഭിവാദ്യത്തോടു കൂടി അവർ സ്വീകരിക്കുക. ആൻഡ് ലിസണിംഗ് ടു ഡിറ്റർമൈൻ വാട്ട് ദ ക്ലയന്റ് റിക്വസ്റ്റ്. അവർ ചോദിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അത് ശ്രദ്ധിക്കുക. അതിലൂടെ ആ ക്ലയന്റിന് എന്താണ് ആവശ്യമെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. Then നാലാമത്തത്, the secretary is liable to answer
basic questions and provide general information such as the visiting hours for the ICU. വരുന്ന പേഷ്യൻസിന്റെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ, വിസിറ്റേഴ്സ് ആയിക്കോട്ടെ, അവർ ചില ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ പറയുന്ന സെക്രട്ടറിയോട് ചോദിക്കുമ്പോൾ അതിന് ആൻസർ പറയാൻ സെക്രട്ടറി ബാധ്യസ്ഥനാണ്. ആൻഡ് പ്രൊവൈഡ് ജനറൽ ഇൻഫർമേഷൻ, എല്ലാ കാര്യങ്ങളെയും കുറിച്ചും പറയാൻ പറ്റില്ല എങ്കിൽ പോലും പൊതുവായിട്ടുള്ള ഇൻഫർമേഷൻ, അതായത് ഇപ്പൊ ഒരു ICUവിന്റെ വിസിറ്റിംഗ് അവർ എപ്പോഴാണ്, എത്ര സമയം മുതൽ എത്ര സമയം വരെയാണ്, രാവിലെ എപ്പോഴാണ് വിസിറ്റിംഗ് അവേഴ്സ്, വൈകിട്ട് എപ്പോഴാണ് വിസിറ്റിംഗ് അവേഴ്സ്, ഡോക്ടേഴ്സിന്റെ റൗണ്ട്സ് എങ്ങനെയാണ്, ഏത് സമയത്താണ് നടക്കുക, അങ്ങനെയുള്ള കുറച്ച് ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ കുറിച്ചുള്ള ആൻസറുകൾ പറയാനായിട്ട്, ബേസിക് ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ പറയാനായിട്ട് ഒരു സെക്രട്ടറി ബാധ്യസ്ഥനായിരിക്കും. ആൻഡ് നെക്സ്റ്റ് പറയുന്നത്, if cannot provide information concerning the medical status of a patient, it is the secretary who helps point the customers in the right direction and refer them to other staff members if needed. വരുന്ന ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ വിസിറ്റേഴ്സ് ചിലപ്പോ പേഷ്യൻസിന്റെ മെഡിക്കൽ സ്റ്റാറ്റസ് എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട് ചിലപ്പോ ഇൻഫർമേഷൻസ് ചോദിച്ചേക്കാം, ഇല്ലേ? ഇപ്പൊ നമ്മുടെ റിലേറ്റീവ് ആണ് നമ്മൾ ICUലുള്ളതെങ്കിൽ നമ്മൾ ചിലപ്പോ അവരോട് ചോദിക്കും, അല്ലെ, എങ്ങനെയുണ്ട് ആ പേഷ്യന്റിന്റെ അവസ്ഥ, ഇപ്പൊ എങ്ങനെയുണ്ട്, ബെറ്റർ ആവുന്നുണ്ടോ, ഇല്ലേ? സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെ ചോദിക്കുമ്പോ ആ പറയുന്ന പേഷ്യൻസിന്റെ മെഡിക്കൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു കണ്ടീഷനെ കുറിച്ച് അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് ഈ പറയുന്ന മെഡിക്കൽ സെക്രട്ടറിക്ക് ചിലപ്പോ പറഞ്ഞു കൊടുക്കാൻ അറിവില്ലായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോ പറയാൻ ഒരു അനുവാദമില്ലായിരിക്കും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സെക്രട്ടറി ചെയ്യേണ്ടത് ഒരിക്കലും കസ്റ്റമേഴ്സിനോട് എനിക്ക് അറിയില്ല അല്ലെങ്കിൽ അത് പറഞ്ഞു തരാൻ പറ്റില്ല എന്നല്ല പറയേണ്ടത്, മറിച്ച് ആ കസ്റ്റമേഴ്സിനെ എന്ത് ചെയ്യുന്നു, ശരിയായ ദിശയിലേക്ക് പറഞ്ഞു വിടുക. അതായത് അവർ ഒന്നില്ലെങ്കിൽ അവരെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറിന്റെ അടുത്തേക്കോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് സ്റ്റാഫ് മെമ്പേഴ്സ് കുറച്ചും കൂടി ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ അറിയാവുന്ന, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന സ്റ്റാഫ് മെമ്പേഴ്സിന്റെ അടുത്തേക്കൊക്കെ ഈ കസ്റ്റമേഴ്സിനെ എന്ത് ചെയ്യുക, റെഫർ ചെയ്ത് ആ റൈറ്റ് ഡയറക്ഷനിലേക്ക് വിടുക എന്നതാണ്. Then perform clerical task, update bed status in the computer. അതുപോലെ തന്നെ ആ ഒരു ICUമായി ബന്ധപ്പെട്ട ക്ലറിക്കൽ ജോലികളൊക്കെ ഇദ്ദേഹമാണ് ചെയ്യുന്നത്. അതുപോലെ എത്രത്തോളം ബെഡ് സ്റ്റാറ്റസ്, എത്രത്തോളം ബെഡുകൾ ഓൾറെഡി ഓക്യുപൈഡ് ആണ്, എത്ര എണ്ണം ഫ്രീ ആയിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്യുക, രേഖപ്പെടുത്തുക. Then maintain files and organizes patient reports. ഈ ഒരു ICUമായി ബന്ധപ്പെട്ട ഫയലുകളൊക്കെ നിലനിർത്തുക, പേഷ്യൻസിന്റെ റെക്കോർഡുകളൊക്കെ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യുക. അതുപോലെ വർക്ക് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ് ടു കോർഡിനേറ്റ് കെയർ സർവീസസ്. ICUമായി ബന്ധപ്പെട്ട കെയർ സർവീസുകൾ കൃത്യമായിട്ട് നന്നായിട്ട് നടക്കുന്നതിന് വേണ്ടി മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് നല്ലൊരു കോർഡിനേഷൻ അല്ലെങ്കിൽ ഒരു ഏകോപകരണത്തോടു കൂടി അല്ലെങ്കിൽ ഒരു വളരെ സംയോജിതമായിട്ട് കോർഡിനേഷനോട് കൂടി പ്രവർത്തിക്കുകയും ചെയ്യുക. അപ്പൊ ഡ്യൂട്ടീസ് ഓഫ് ICU സെക്രട്ടറി ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒന്നുകൂടി മിസ് പറയാം, കിട്ടാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കട്ടോ. അപ്പൊ ഡ്യൂട്ടീസ് ഓഫ് ICU സെക്രട്ടറിയില് ഫസ്റ്റ് വൺ പറയുന്നത്, ഈ ICU യൂണിറ്റിലെ secretary ആണ് normally the first person who family members and visitors meet when coming to the ICU. നമ്മൾ ഒരു ICUലേക്ക് ചെല്ലുമ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ വിസിറ്റേഴ്സ് ആയിക്കോട്ടെ നമ്മൾ ആദ്യം കാണുന്ന മീറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് ICU സെക്രട്ടറി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ സമ്മതത്തോടു കൂടി മാത്രമേ നമുക്ക് പ്രവേശിക്കാനൊക്കെ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യത്തെ വ്യക്തിയാണ്. അദ്ദേഹം ഈ പറയുന്ന പോലെ ആ ഒരു ICUമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഫോൺ കോളുകളും അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഓരോ മെസ്സേജുകളും, അപ്പൊ പല പല ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട കോളുകൾ വരാം. ഇപ്പൊ പേഷ്യൻസിന് എന്തെങ്കിലും ഡയഗ്നോസിസുമായി ബന്ധപ്പെട്ട കോളുകളായിരിക്കും വരുന്നത്. അവിടെ വരുന്ന എല്ലാ മെസ്സേജുകളും പ്രോപ്പർ ആയിട്ട് അതാത് ഇടങ്ങളിലേക്ക് എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്ത് പാസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വരുന്ന ഓരോ മെമ്പേഴ്സ് ഫോൺ കോളിലൂടെ വരുന്ന ഫോൺ കോളുകളായിക്കോട്ടെ അല്ല നേരിട്ട് വരുന്നതായിക്കോട്ടെ അങ്ങനെയുള്ള എല്ലാവരോടും നല്ല രീതിയിൽ കൃത്യമായിട്ട് നല്ല അഭിസംബോധന ചെയ്ത് അല്ലെങ്കിൽ ഗ്രീറ്റിംഗ്സോട് കൂടി അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും അവരെ സ്വീകരിക്കുകയും അവർ പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുകയും അതിനനുസരിച്ച് ആ വിളിച്ചിരിക്കുന്ന അല്ലെങ്കിൽ വന്നിരിക്കുന്ന ആ ഒരു ക്ലയന്റിന് എന്താണോ ആവശ്യമെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. നാലാമത്തെ പോയിന്റ്, ഇപ്പൊ സെക്രട്ടറിയുടെ ഒരു ബാധ്യസ്ഥതയാണ് വരുന്ന ഇൻഫർമേഷൻസ്, അതായത് വരുന്ന വിസിറ്റേഴ്സ് അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സ് ചോദിക്കുന്ന ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് ജനറൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കാൻ ആര് ബാധ്യസ്ഥനാണ്? ഒരു സെക്രട്ടറി ബാധ്യസ്ഥനാണ്. ഇത് വളരെ ജനറൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ ഐസിയുവിന്റെ വർക്കിംഗ് അവേഴ്സ്, റൗണ്ട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം. ഇനി ഒരു പേഷ്യൻസുമായി
അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു മെഡിക്കൽ സ്റ്റാറ്റസ്, പേഷ്യൻസിന്റെ അവരുടെ നിലവിലുള്ള മെഡിക്കൽ അവസ്ഥ എന്താണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് ഈ ഒരു മെഡിക്കൽ സെക്രട്ടറിക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചില്ല എങ്കിൽ അവർ എന്താ ചെയ്യേണ്ടത്? അതുമായി ബന്ധപ്പെട്ട ഒരു കസ്റ്റമറിനെ ശരിയായിട്ടുള്ള വ്യക്തിയിലേക്ക് റൈറ്റ് ഡയറക്ഷൻ കൊടുക്കുക. ആരുടെ അടുത്താണ് ഇതിന് അവർ അറ്റൻഡ് ചെയ്യുന്ന ഫിസിഷ്യൻ ആരാണോ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് അവരെ പറഞ്ഞു വിടുക. അപ്പൊ അവർക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അതുപോലെ അല്ലെങ്കിൽ ആ പേഷ്യൻസുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും അറിയാവുന്ന സ്റ്റാഫ് മെമ്പേഴ്സിന്റെ അടുത്തേക്കോ എന്ത് ചെയ്യുക? അവരെ ശരിയായ ദിശയിലേക്ക് അവരെ പറഞ്ഞു വിടുക. അതുപോലെ തന്നെ ക്ലിനിക്കൽ ഒരു ICUമായി ബന്ധപ്പെട്ട എല്ലാ ക്ലിനിക്കൽ ജോലികളും ചെയ്യുക. ബെഡ് സ്റ്റാറ്റസ് കൃത്യമായിട്ട് കമ്പ്യൂട്ടറിൽ അപ്ഡേറ്റ് ചെയ്യുക. എത്ര എണ്ണം ഒക്യുപൈഡ് ആയിട്ടുണ്ട്, എത്ര എണ്ണം ഫ്രീ ആയിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ട് കൃത്യമായിട്ട് കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഒരു ICUമായി ബന്ധപ്പെട്ട ഫയൽസ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. പേഷ്യന്റ് റെക്കോർഡ് കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്ത് നിലനിർത്തുക. അതുപോലെ മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ശരിയായ രീതിയിൽ നന്നായി കോർഡിനേറ്റ് ചെയ്ത് സഹകരിച്ചുകൊണ്ട് നല്ലൊരു പരിചരണം ICUവില് പേഷ്യൻസിന് കൊടുക്കുന്നതിന് വേണ്ടി കൃത്യമായിട്ട് മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക. വേഗം ഒന്ന് വായിച്ചു നോക്കിയ ഡ്യൂട്ടീസ് ഓഫ് ICU സെക്രട്ടറി. കംപ്ലീറ്റ് ആയോ? ക്ലിയർ ആണോ? ഓക്കെ, നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ICU ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്. വായിച്ചാൽ മനസ്സിലാവുന്ന ചാപ്റ്റർ ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇപ്പൊ മിസ്സിന്റെ ഫസ്റ്റ് മോഡ്യൂളിലെ ചാപ്റ്റേഴ്സ് കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മുടെ സെക്കൻഡ് മോഡ്യൂളിലേക്കാണ് കിടക്കുന്നത്. സെക്കൻഡ് മോഡ്യൂൾ ആരെങ്കിലും സ്റ്റാർട്ട് ചെയ്തിരുന്നോ ടീച്ചേഴ്സ്? ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, ശരി. നമ്മൾ സെക്കൻഡ് മോഡ്യൂളിലേക്കാണ് കിടക്കുന്നത്. ഓക്കെ, മോഡ്യൂൾ 2 കേട്ടോ. മോഡ്യൂൾ 2-ല് ആദ്യം എടുക്കാൻ പോകുന്ന ചാപ്റ്റർ 7 ആണ്. ഡയറ്ററി സർവീസസ്. ഡയറ്ററി സർവീസസ് കേട്ടോ. സ്ക്രീൻ കാണാമല്ലോ അല്ലെ? ഡയറ്ററി സർവീസസ്. ഇപ്പൊ ഡയറ്ററി സർവീസ് ആ ഒരു പേരിൽ നിന്ന് തന്നെ അറിയാൻ പറ്റുമല്ലോ. എന്താണ് ഒരു ഡയറ്ററി സർവീസ്? ഒരു ഹോസ്പിറ്റൽ എന്തിനു വേണ്ടിയാണ് ഒരു ഡയറ്ററി സർവീസ്? എന്തിനു വേണ്ടിയായിരിക്കും ഒരു ഹോസ്പിറ്റൽ? എന്തിനാ ഒരു ഡയറ്ററി സർവീസ് വേണ്ട? ആവശ്യകത എന്താണ്? ഇതിനു വേണ്ടിയാണ് ഒരു ഡയറ്ററി സർവീസ് ഒരു ഹോസ്പിറ്റലിലുള്ളത്. പേഷ്യൻസിന്റെ ഡയറ്റ് കൃത്യമായിട്ട് പേഷ്യൻസിന് ഡയറ്റ് കൊടുക്കാൻ. ശരി. അതുപോലെ തന്നെ ഡയറ്റീസ് കൺട്രോൾ ചെയ്യാൻ, അവരുടെ ഫുഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി അല്ലെ. അപ്പൊ നമുക്കറിയാം ഇപ്പൊ മിക്ക ഹോസ്പിറ്റലുകളിലും, സാധാരണ ചെറിയ ഹോസ്പിറ്റലൊന്നും അല്ല, എന്നാൽ പോലും നമുക്ക് കുറച്ചും കൂടി മിക്ക ഹോസ്പിറ്റൽ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ തന്നെയാണെങ്കിലും ന്യൂട്രീഷനിസ്റ്റുകൾ അല്ലെ, ഡയറ്റീഷ്യൻസ് ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ നമുക്കിപ്പോ ഇൻപേഷ്യൻസ് ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ മിക്ക ഹോസ്പിറ്റലിൽ ഇപ്പൊ ഫുഡ് അവിടുത്തെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. മുമ്പ്
എങ്ങനെയാ വീടുകളിൽ നിന്നൊക്കെ കൊണ്ടുപോയി കൊടുക്കാം, അല്ലെങ്കിൽ പുറമേ നിന്ന് വാങ്ങിയിട്ട് കൊടുക്കാറ്. പക്ഷെ ഇപ്പൊ മിക്ക ഹോസ്പിറ്റൽ എങ്ങനെയാണ്, അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് അവരുടെ ഫുഡ് ഹാബിറ്റ് അല്ലെങ്കിൽ അവരുടെ ഡിസീസ് കണ്ടീഷൻ എങ്ങനെയാണോ അതിനനുസരിച്ചുള്ള ഭക്ഷണങ്ങള് ആ ഹോസ്പിറ്റലുകാർ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുക. ശരിയല്ലേ? മിക്ക ഹോസ്പിറ്റലിൽ നമ്മൾ കാണുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ അങ്ങനെ അവിടെ ഇൻപേഷ്യൻസ് ആയിട്ടുള്ള ആളുകൾക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അല്ലാതെ നമുക്ക് പുറമേ നിന്ന് ആളുകൾക്കും പ്രൊവൈഡ് ചെയ്യുന്നില്ലേ? ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. നമ്മള് അല്ലാതെ പുറമേ നിന്ന് വരുന്ന വിസിറ്റേഴ്സ് അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകളൊക്കെ എവിടെ നിന്നാ ഫുഡ് കഴിക്കാം? ഒരു ഹോസ്പിറ്റലിൽ ചെന്നാല് ക്യാൻറ്റീനില് ഇപ്പൊ ക്യാൻറ്റീനുകൾ പ്രവർത്തിക്കും. അപ്പൊ ഇതൊക്കെ ഈ ഒരു ഡയറ്ററി സർവീസിന്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ഫുഡ് സർവീസ് അല്ലെങ്കിൽ ഫുഡുമായി ബന്ധപ്പെട്ട ഒരു വിഭാഗം എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റൽ വിഭാഗമാണ് ഡയറ്ററി സർവീസ് അല്ലെങ്കിൽ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഫുഡുമായി ബന്ധപ്പെട്ട് ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെന്റും നമുക്കറിയാം ക്ലിനിക്കൽ കെയറുകൾ കാര്യമായി ബന്ധപ്പെട്ടതായിരിക്കും, അല്ലെങ്കിൽ ഡയഗ്നോസിസുമായി ബന്ധപ്പെട്ടതായിരിക്കും. പക്ഷെ നമ്മുടെ ഫുഡുമായി ബന്ധപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്, പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഡയറ്ററി സർവീസുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗമാണ് പഠിക്കുക. അതിൽ എന്താണ് ഒരു ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസുകൾ, എങ്ങനെയാണ്, എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. കുറച്ച് ഹെൽത്തി ഡയറ്റ് എന്താണ്, ഒരു ന്യൂട്രീഷണൽ ഡയറ്റ് എന്താണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു. അതിനുശേഷം ഈ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്താണ്, അതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിലെ റോളുകൾ എന്തൊക്കെയാണ്, അങ്ങനെ കുറച്ച് ഇത് ഒരു ചെറിയ ചാപ്റ്റർ ആണ് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന, നമുക്ക് കേട്ട് പരിചയമുള്ള കുറെ കാര്യങ്ങൾ പറയുന്ന ഒരു ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ആണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ഭാഗമാണ് പറയുന്നത് ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസ് അല്ലെങ്കിൽ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഇൻട്രൊഡക്ഷൻ. ഓക്കെ, so hospital dietary service is a service that meets the needs of patients coming from outside. Inpatient given nutrition recommendations and food counseling based on their needs while taking their disease kind and nature into consideration. ഒരു ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസ് അല്ലെങ്കിൽ ആ ഒരു സേവനം എന്ന് പറയുന്നത് that meet the needs of patients, പേഷ്യൻസിന്റെ ആവശ്യകതകൾ നിറവേറ്റുന്നതിന് വേണ്ടി, അതായത് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു നിന്ന് ഔട്ട്സൈഡ് ആയിട്ട് അല്ലെ, പുറത്തു നിന്ന് വരുന്ന പേഷ്യൻസ് ആയിക്കോട്ടെ, അവിടെ ഓൾറെഡി അഡ്മിറ്റഡ് ആയിട്ടുള്ള ഇൻപേഷ്യൻസ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാ പേഷ്യൻസിനും അല്ലെങ്കിൽ എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ന്യൂട്രീഷണൽ റെക്കമെൻഡേഷൻസ് അവരുടെ ഡിസീസ് കൈൻഡ് അല്ലെ, എന്തൊക്കെ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഒരു പേഷ്യന്റ് വരുമ്പോ അവരുടെ രോഗത്തിന്റെ തരം എന്താണ് അല്ലെ, പല രോഗാവസ്ഥയിൽ വരുന്ന ആളുകളുണ്ട്. അപ്പൊ അവരുടെ രോഗത്തിന്റെ തരം എന്താണ്, അവരുടെ രോഗത്തിന്റെ സ്വഭാവം എന്താണ്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് അതിനനുസൃതമായിട്ട് അവർക്ക് എന്തൊക്കെ രീതിയിലുള്ള ന്യൂട്രീഷണൽ നീഡ്സ് അല്ലെങ്കിൽ ആവശ്യകതകളാണ് ഉള്ളത്, അതിനനുസരിച്ചുള്ള ശുപാർശകളും അതിനനുസരിച്ചുള്ള ഫുഡ് കൗൺസിലുകളും നടത്തുന്ന ഒരു സർവീസാണ്, ഹോസ്പിറ്റൽ സർവീസ് ആണ് ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. അപ്പൊ വരുന്ന ഓരോ പേഷ്യൻസിനും ഔട്ട് പേഷ്യൻസ് ആയിട്ട് വരുന്നവരായിക്കോട്ടെ, ഇൻപേഷ്യൻസ് ആയിട്ടുള്ളവരായിക്കോട്ടെ, അവരുടെ ആ ഒരു ഡിസീസ് കൈൻഡ്, രോഗത്തിൽ എപ്പോഴും ഒരു പേഷ്യന്റിന് നമ്മൾ ഒരു ഡയറ്റ് തയ്യാറാക്കി കൊടുക്കുമ്പോ എന്തൊക്കെ ന്യൂട്രീഷൻ അവരുടെ ഫുഡിൽ ഉൾപ്പെടുത്തണം എന്ന് നമ്മൾ ശുപാർശ ചെയ്യുമ്പോൾ എപ്പോഴും എന്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ എന്ത് പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് വരുന്ന പേഷ്യൻസിന്റെ ആ ഒരു ഡിസീസിന്റെ ആ ഒരു രോഗാവസ്ഥ എന്താണ്, അവർക്ക് ആ ഒരു രോഗത്തിന്റെ സ്വഭാവം എന്താണ്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ പരിഗണിച്ചുകൊണ്ട് അതിനനുസൃതമായിട്ടുള്ള അവരുടെ ന്യൂട്രീഷണൽ നീഡ്സ് എന്തൊക്കെയാണോ അത് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ശുപാർശകൾ നമ്മൾ കൊടുക്കുന്നു, അതിനനുസരിച്ച് ഡയറ്റ് പ്ലാനുകൾ തയ്യാറാക്കി നൽകുന്നു, ആവശ്യമായിട്ടുള്ള ഫുഡ് കൗൺസിലിങ്ങുകളും നമ്മൾ നൽകുന്ന ഒരു ഹോസ്പിറ്റൽ സർവീസ് അല്ലെങ്കിൽ സേവനമാണ് ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. It is the most significant hospital supporting service assisting in the restoration of health through diets and created using science. അപ്പൊ
നമുക്കറിയാം ഈ ഒരു ഹോസ്പിറ്റൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ആയിട്ട് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ സപ്പോർട്ടീവ് സർവീസ് തന്നെയാണ് ഈ പറയുന്ന ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. അസിസ്റ്റിംഗ് ഇൻ ദ റീസ്റ്റോറേഷൻ ഓഫ് ഹെൽത്ത് ത്രൂ ഡയറ്റ് ക്രിയേറ്റഡ് യൂസിങ് സയൻസ്. ശാസ്ത്രീയമായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു ഡയറ്റ് അല്ലെങ്കിൽ ഒരു ഭക്ഷണക്രമത്തിലൂടെ നമുക്ക് അവിടുത്തെ പേഷ്യൻസിന്റെ ആരോഗ്യത്തെ തിരികെ കൊണ്ടുവരാൻ അല്ലെങ്കിൽ വീണ്ടെടുക്കാൻ സഹായിക്കുന്ന ഒരു ഹോസ്പിറ്റൽ സപ്പോർട്ടിംഗ് സർവീസ് ആണ് ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. പറഞ്ഞേ, ഇറ്റ്സ് എ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഹോസ്പിറ്റൽ സപ്പോർട്ടിംഗ് സർവീസ് അസിസ്റ്റിംഗ് ഇൻ ദ റീസ്റ്റോറേഷൻ ഓഫ് ഹെൽത്ത് ത്രൂ ഡയറ്റ് ക്രിയേറ്റഡ് യൂസിങ് സയൻസ്. ശാസ്ത്രീയമായിട്ട് രൂപപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു ഡയറ്റ് അല്ലെങ്കിൽ ഭക്ഷണക്രമത്തിലൂടെ വരുന്ന പേഷ്യൻസിന്റെ ആരോഗ്യത്തെ വീണ്ടെടുക്കാൻ സഹായിക്കുന്ന എന്തിലൂടെയാണ്? ഡയറ്റിലൂടെ കേട്ടോ. ഡയറ്റിലൂടെ അല്ലെങ്കിൽ ഭക്ഷണക്രമത്തിലൂടെ, ശരിയായ ഒരു ഭക്ഷണക്രമത്തിലൂടെ നമുക്ക് അവരുടെ ആരോഗ്യത്തെ തിരികെ കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു ഹോസ്പിറ്റൽ സപ്പോർട്ടീവ് സർവീസ് ആണ് dietary service എന്ന് പറയുന്നത്. And educating the patients who are receiving at the hospital regarding use and benefit of various foods and healthy diet. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ വരുന്ന ഓരോ പേഷ്യൻസിനും നമ്മൾ കൃത്യമായിട്ടുള്ള എഡ്യൂക്കേഷൻസ് കൊടുക്കുന്നുണ്ട്. ഹു ആർ റിസീവിംഗ് ട്രീറ്റ്മെന്റ്. ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ട്രീറ്റ്മെന്റ് സ്വീകരിക്കുന്ന ഓരോ പേഷ്യൻസിനും നമുക്ക് എന്തൊക്കെയായി ബന്ധപ്പെട്ട എഡ്യൂക്കേഷൻസ് കൊടുക്കുന്നുണ്ട്? റിഗാർഡിംഗ് യൂസ് ആൻഡ് ബെനിഫിറ്റ് ഓഫ് വേരിയസ് ഫുഡ്സ്. ഏതൊക്കെ ഭക്ഷണങ്ങൾ നമുക്ക് ഉപയോഗിക്കാം, ഏതൊക്കെ ഭക്ഷണങ്ങളാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, അതിന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്, ഒരു ഹെൽത്തി ഡയറ്റ്, ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു ഭക്ഷണക്രമം എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ എഡ്യൂക്കേഷൻസും നമ്മൾ ഈ ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് വഴി പേഷ്യൻസിന് നൽകുന്നുണ്ട്. ഇനി എന്താണ് ഒരു ഹെൽത്തി ഡയറ്റ്, എന്താണ് ആ ഒരു ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ? എന്താണ് ഒരു ഹെൽത്തി ഡയറ്റ് ചോദിക്കാറുണ്ട്. കണ്ടെയ്ൻസ് adequate amounts of all the necessary nutrients required for healthy growth and activity. ആരോഗ്യകരമായിട്ടുള്ള വളർച്ചയ്ക്കും പ്രവർത്തനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അനിവാര്യമായിട്ടുള്ള ന്യൂട്രിയൻസ് അല്ലെങ്കിൽ പോഷകങ്ങൾ എങ്ങനെയാണ്? ആഡിക്വേറ്റ് അമൗണ്ട്സ്, മതിയായ അളവിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡയറ്റിനെ അല്ലെങ്കിൽ ഒരു ഭക്ഷണക്രമത്തെയാണ് നമ്മൾ ഹെൽത്തി ഡയറ്റ് അല്ലെങ്കിൽ ഒരു ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണക്രമം എന്ന് പറയുന്നത്. അപ്പൊ നല്ല ഹെൽത്തി ഗ്രോത്ത് ആൻഡ് ആക്ടിവിറ്റി, ആരോഗ്യകരമായിട്ടുള്ള വളർച്ചയ്ക്കും പ്രവർത്തനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും മതിയായ അളവിൽ അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഡയറ്റ് അല്ലെങ്കിൽ ഭക്ഷണക്രമത്തെയാണ് ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നത്. ഇത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ കേട്ടോ? ചോദിക്കാറുണ്ട്. ഇനി a nutritious diet is one that promote or maintain good health. അതുപോലെ തന്നെ ഒരു പോഷകപ്രദമായിട്ടുള്ള ഒരു ഡയറ്റ് എന്ന് പറയുന്നത് അത് എന്തിനേക്ക് പ്രോത്സാഹിപ്പിക്കുന്നത്? പ്രൊമോട്ട് ഓർ മെയിൻറ്റെയിൻ ദ ഗുഡ് ഹെൽത്ത്, മികച്ച അല്ലെങ്കിൽ നല്ല ഒരു എന്താണ് ആരോഗ്യം അല്ലെ, നല്ലൊരു ആരോഗ്യത്തെ നിലനിർത്തുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യണം. അപ്പൊ ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് ഒരു ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്നുകൂടി പറയാണ്. ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസ് എന്ന് പറഞ്ഞാൽ എന്ത് സേവനമാണ്? ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പുറത്ത് ഒരു ഔട്ട് പേഷ്യന്റ് എന്ന നിലയിലോ അല്ലെങ്കിൽ ഇൻപേഷ്യൻസ് ആയിട്ടോ വരുന്ന ഓരോ പേഷ്യൻസിനും കൃത്യമായിട്ട് അവരുടെ രോഗാവസ്ഥ മനസ്സിലാക്കി അവരുടെ രോഗത്തിന്റെ സ്വഭാവം, ഏത് തരത്തിലുള്ള രോഗമാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതൊക്കെ പരിഗണിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ന്യൂട്രീഷണൽ റെക്കമെൻഡേഷൻസ് അല്ലെങ്കിൽ ശുപാർശകൾ നൽകുന്നു. ആവശ്യമായ ഫുഡ് കൗൺസിലിങ്ങുകളും കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റൽ സർവീസ് ആണ് ഹോസ്പിറ്റൽ ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഹോസ്പിറ്റലിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടീവ് സർവീസ് തന്നെയാണ് ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. കാരണം ഇത് ശാസ്ത്രീയമായിട്ട് നമ്മൾ രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു ഡയറ്റ് അല്ലെങ്കിൽ ഒരു ഭക്ഷണക്രമത്തിലൂടെ നമുക്ക് പേഷ്യൻസിന്റെ ആരോഗ്യത്തെ വീണ്ടെടുക്കാൻ സഹായിക്കുന്ന ഒരു ഹോസ്പിറ്റൽ സപ്പോർട്ടീവ് സർവീസ് കൂടിയാണ്. ദെൻ ഇവിടെ വരുന്ന, അതായത് ഹോസ്പിറ്റലിൽ നിന്ന് ട്രീറ്റ്മെന്റ് റിസീവ് ചെയ്ത, ചികിത്സ
സ്വീകരിക്കുന്ന ഓരോ പേഷ്യൻസിനും നമ്മുടെ ഈ ഒരു ഡയറ്ററി സർവീസുമായി ബന്ധപ്പെട്ട് എഡ്യൂക്കേഷൻസ് നൽകുന്നുണ്ട്. എന്തിലൊക്കെയാണ്, എന്തൊക്കെ ഭക്ഷണ സാധനങ്ങൾ എന്തൊക്കെ ഉപയോഗിക്കാം, അതിന്റെ ഓരോന്നിന്റെയും പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്, ഒരു നല്ലൊരു ആരോഗ്യകരമായിട്ടുള്ള ഒരു ഭക്ഷണക്രമം, ഒരു ഹെൽത്തി ഡയറ്റ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു എഡ്യൂക്കേഷൻസ് ഈ ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് നൽകുന്നുണ്ട്. ഇനി എന്താണ് ഒരു ഹെൽത്തി ഡയറ്റ് എന്ന് പറഞ്ഞാൽ, that contains adequate amount of all the necessary nutrients required for healthy growth and activity. ഒരു നല്ല ആരോഗ്യകരമായിട്ടുള്ള വളർച്ചയ്ക്കും അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും മതിയായ അളവിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡയറ്റ് ആണ് ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു പോഷകപ്രദമായിട്ടുള്ള ഒരു ഭക്ഷണക്രമം എന്തിനെ പ്രോത്സാഹിപ്പിക്കുന്നു, ഒരു നല്ല ഹെൽത്ത് അല്ലെങ്കിൽ ഒരു നല്ല ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുകയോ അല്ലെങ്കിൽ നിലനിർത്തുകയോ ചെയ്യുന്നു. വേഗം ഒന്ന് വായിച്ചു നോക്കിയാ ഒരു ഇൻട്രഡക്ഷൻ. ക്ലിയർ ആണോ? ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണ്. നെക്സ്റ്റ് വൺ ആണ് ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ്സ് കേട്ടോ, ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ടു പ്രൊവൈഡ് ന്യൂട്രീഷ്യസ്, delicious and healthy meals while retaining a high standard hygiene, production, delivery, sanitation to all the patients. ഇവിടെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാല് ആ ഹോസ്പിറ്റലിലേക്ക് വരുന്ന എല്ലാ പേഷ്യൻസിനും വളരെ പോഷകപ്രദവും രുചികരവും ആരോഗ്യകരവുമായിട്ടുള്ള ഭക്ഷണങ്ങൾ നൽകുക. എങ്ങനെയാണ് അത് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് നിർമ്മിക്കുമ്പോൾ അത് വിതരണം ചെയ്യുമ്പോഴൊക്കെ നല്ല ഉയർന്ന നിലവാരത്തിലുള്ള ഹൈജീൻ അല്ലെങ്കിൽ ശുചിത്വം പാലിച്ചുകൊണ്ട് അവിടെ വരുന്ന ഓരോ പേഷ്യൻസിനും നല്ല പോഷകപ്രദമായിട്ടുള്ള രുചികരമായിട്ടുള്ള ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് ആദ്യത്തെ ഒബ്ജക്റ്റീവ്. സെക്കൻഡ് വൺ പറയുന്നത് ഇവാലുവേഷൻ ആൻഡ് ഡയറ്റ് പ്ലാനിങ്. ഓരോ പേഷ്യൻസിനും കൃത്യമായിട്ട് അവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിലയിരുത്തുകയും അതിനനുസരിച്ച് ഡയറ്റ് പ്ലാൻ ചെയ്യുകയും ചെയ്യുക. മൂന്നാമത്തത് കാൽക്കുലേറ്റിംഗ് കലോറി നീഡ്സ് ആൻഡ് ന്യൂട്രീഷണൽ കെയർ പ്ലാനിങ്. ഇവർക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഡയറ്റ് പ്ലാനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഭക്ഷണങ്ങൾ നമുക്ക് അതിൽ ഉൾപ്പെടുത്താൻ പറ്റും, അതിന്റെ ഓരോന്നിന്റെയും കലോറി നീഡ്സ് എത്രത്തോളമാണ്, അവർക്ക് ആവശ്യമായിട്ടുള്ള കലോറീസ് എത്രത്തോളമാണ്, അപ്പൊ അങ്ങനെയുള്ള നീഡ്സും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി അത് കാൽക്കുലേറ്റ് ചെയ്ത് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഇവരിൽ ഉൾപ്പെടുത്തുക. അതിനനുസരിച്ചുള്ള ന്യൂട്രീഷണൽ കെയർ പ്ലാനിങ്, ഇവർക്ക് എന്തൊക്കെ പോഷകാഹാരവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പരിശീലനങ്ങൾ നമുക്ക് കൊടുക്കുക, അതുമായി ബന്ധപ്പെട്ട ആസൂത്രണങ്ങൾ നടത്തുക. ദെൻ പേഴ്സണലൈസ്ഡ് ന്യൂട്രീഷൻ അസിസ്റ്റന്റ് ഫോർ പേഷ്യൻസ്. വരുന്ന ഓരോ പേഷ്യൻസിനും പേഴ്സണലൈസ്ഡ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ന്യൂട്രീഷണൽ അസിസ്റ്റൻസ് ആവശ്യമാണെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുക. OP ആൻഡ് IP ഡയറ്റ് കൗൺസിലിംഗ് ഔട്ട് പേഷ്യൻസിന്റെയും അതുപോലെ തന്നെ ഇൻ പേഷ്യൻസിന്റെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഡയറ്റ് കൗൺസിലിംഗുകൾ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ ട്രെയിനിങ് ഫോർ ഐറ്റംസ് ഇൻ ഡയറ്ററ്റിക്സ്. സോ നമ്മുടെ ഒരു ഡയറ്ററ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും?
ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് നോളജ് ആണ്. അതായത് നമ്മുടെ ഡയറ്റുമായി ബന്ധപ്പെട്ട ഒരു ബ്രാഞ്ച് ആണ്. അപ്പൊ ഡയറ്റ് എന്താണ് ഒരു ഡയറ്റ്, അതെങ്ങനെ ഓരോ പേഷ്യൻസിനെയും ഹെൽത്തിനെ, ഓരോരുത്തരുടെയും ഹെൽത്തിനെ അത് എങ്ങനെ ബാധിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ അത് ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് അതിൽ ഉൾപ്പെടുത്താൻ പറ്റും. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ചും ഓരോരോ ഐറ്റംസിനെ കുറിച്ചുമുള്ള പരിശീലനങ്ങൾ അവിടെയുള്ള ജീവനക്കാർക്കും മറ്റുള്ളവർക്കും നൽകുകയും ചെയ്യുക. ഇത്രയും ഒരു ഹോസ്പിറ്റൽ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങളാണ്. ഒന്നാമത്തേന്ന് പറഞ്ഞാല് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരുന്ന ഓരോ പേഷ്യൻസിനും നമ്മൾ ഫുഡ് നൽകുന്നുണ്ട്. അപ്പൊ ഫുഡ് നൽകുമ്പോൾ അത് തയ്യാറാക്കുമ്പോഴും അത് വിതരണം ചെയ്യുമ്പോഴും ഒരു ഉയർന്ന നിലവാരത്തിലുള്ള ശുചിത്വം പാലിച്ചുകൊണ്ട് എല്ലാ പേഷ്യൻസിനും വളരെ രുചികരവും പോഷകപ്രദവും ആരോഗ്യകരവുമായിട്ടുള്ള ഭക്ഷണങ്ങൾ നൽകുക. രണ്ടാമത്തത് ഇവാലുവേഷൻ ആൻഡ് ഡയറ്റ് പ്ലാൻ. ഓരോ പേഷ്യൻസിന്റെയും രോഗാവസ്ഥ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് കൃത്യമായിട്ടുള്ളൊരു ഡയറ്റ് പ്ലാനുകൾ തയ്യാറാക്കുകയും ചെയ്യുക. ഇനി ഓരോ ഡയറ്റ് പ്ലാനുകളിലും അവരുടെ ഓരോ പേഷ്യൻസിന്റെയും കലോറി നീഡ്സ് അനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് എന്തൊക്കെ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റുമോ, എന്തൊക്കെ പോഷകപരമായിട്ടുള്ള എന്തൊക്കെ പരിചരണങ്ങളാണ് അവർക്ക് ആവശ്യമായി വരുന്നത്, അങ്ങനെയുള്ള പ്ലാനിങ്ങുകൾ അല്ലെങ്കിൽ ആസൂത്രണങ്ങൾ നൽകുക. അതുപോലെ ഇപ്പൊ വരുന്ന ഓരോ പേഷ്യൻസിനും ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ന്യൂട്രീഷണൽ അസിസ്റ്റൻസ് ആവശ്യമാണെങ്കിൽ അതും പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ ഔട്ട് പേഷ്യന്റ് ആൻഡ് ഇൻപേഷ്യന്റ് ഡയറ്റ് കൗൺസിലിംഗുകൾ വരുന്ന പേഷ്യൻസിന് ഔട്ട് പേഷ്യന്റ് ബേസിസിലും ഇൻപേഷ്യന്റ് ബേസിസിലും നടത്തുക. ലാസ്റ്റ് വൺ ട്രെയിനിങ് ഫോർ ഐറ്റംസ് ഇൻ ഡയറ്ററ്റിക്സ്. ഡയറ്റ് എന്താണ്, അതെങ്ങനെ ഓരോ ഡയറ്റും നമ്മുടെ ഹെൽത്തിനെ എങ്ങനെ അഫക്ട് ചെയ്യുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അത് ഉൾപ്പെടുത്താൻ പറ്റും, അങ്ങനെയുള്ള ഓരോ ഐറ്റത്തിന്റെയും ആ ഒരു ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അതിന്റെ ആ ഒരു ഹെൽത്തുമായി ബന്ധപ്പെട്ട അതിന്റെ എഫക്ട് എങ്ങനെയാണ്, അങ്ങനെ ഓരോന്നിനെ കുറിച്ചും കൃത്യമായ പരിശീലനങ്ങൾ സ്റ്റാഫുകൾക്കും വരുന്ന ഓരോ പേഷ്യൻസിനും നൽകുകയും ചെയ്യുക. വേഗം ഒന്ന് വായിച്ചു നോക്കിയാൽ ഒബ്ജക്റ്റീവ്സ്. ക്ലിയറാണോ? ഒബ്ജക്റ്റീവ്സ് കംപ്ലീറ്റ് ആയോ? വായിച്ച ഓക്കെ. അപ്പൊ മിസ് ഇന്ന് ഇവിടെ വരെ എടുക്കുന്നുള്ളൂ കേട്ടോ. നെക്സ്റ്റ് ഭാഗം ഒരു ഡയറ്റീഷ്യനുമായി ബന്ധപ്പെട്ട് വരുന്ന ഭാഗമാണ്. അത് ഒരുമിച്ച് എടുത്താലേ നമുക്ക് മനസ്സിലാവും അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഒബ്ജക്റ്റീവ്സ് വരെയും അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ വായിച്ചിട്ട് വരാം. ഡൗട്ട്സ് എന്തെങ്കിലും ചോദിക്കാം. താങ്ക് യു.